ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ചില്ലിയുടെ റെസിപ്പിയാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ചില്ലി റെഡിയാക്കാനായിട്ട് ആദ്യം ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 കിലോയോളം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, ഒരു 5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മസാല എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് മിക്സ് ചെയ്തൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം. ഈ മസാല നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാണ്. നമ്മൾ ഈ ഇത്രയും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വേണ്ട എണ്ണ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് കിട്ടാൻ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചെയ്യുമ്പോഴാണ് ചിക്കൻ ചില്ലിക്കൊക്കെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ചിക്കന്റെ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 to 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കന്റെ പീസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ട്വന്റി to 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ചിക്കൻ ഏകദേശം നന്നായിട്ട് വെന്ത് അത്യാവശ്യം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചിക്കൻ എല്ലാം കോരി മാറ്റിയതിനു ശേഷം പാനിൽ കുറച്ച് എണ്ണ ഉണ്ടാവും. നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു എണ്ണയിൽ വഴറ്റിയെടുത്താൽ മതിയാവും. എണ്ണയിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോണത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. വെളുത്തുള്ളി ഒരു 15 അല്ലിയോളം എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തതിനു ശേഷം നെടുകെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ആയാലും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. 2 to 3 മിനിറ്റ്സ് സോട്ട് ചെയ്താൽ മതി. ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ തന്നെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി വരും. അപ്പൊ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ആയാലും നമ്മൾ ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളകോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 2 ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ് ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കന്റെ പീസസ് ആണ്. ചിക്കന്റെ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇപ്പൊ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളത്തിൽ ഞാൻ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചില്ലി ചിക്കൻ കുറച്ച് ഡ്രൈ ചില്ലി ചിക്കൻ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺഫ്ലോർ കുറച്ചും കൂടെ അധികം വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. അപ്പം കുറച്ചും കൂടെ നമുക്കൊരു ഗ്രേവി ടൈപ്പ് ആയിട്ട് കിട്ടും. എല്ലാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയുള്ളൂ. വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ചില്ലി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.